സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അംഗൻവാടി പോകേണ്ടാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രാവിലെ തന്നെ കിച്ചുവട്ടം പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്നത്തെ വീട്ടിലത്തെ അംഗം മൊത്തം. ഇന്ന് ഇവനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന് സമയം പോകുന്നതേ അറിയത്തില്ല. ഇഷ്ടംമാതിരി പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്. വീട്ടിൽ മുറ്റത്തും മേളിലും താഴേക്കായിട്ട് കരിയിലയുടെ അഭിഷേകമാണ് കേട്ടോ. അതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ അടിച്ചു കഴിഞ്ഞിട്ടാലും ഭയങ്കര കാറ്റുകൊണ്ട് ഭയങ്കര കരിയിലയാണ്. എന്നെ ശരു എന്നാടാ പുറത്തേക്ക് കിട്ടോ. ഗുഡ് ബോയ് ആട്ടാ ശ്യാം, ഗുഡ് ബോയ് ആട്ടോ. ഒരു പുറത്തിറക്കണ ആരടിച്ചായിരിക്കണേ? അമ്മൂന് തലവേദനയല്ലേ? ആണോ? ആണോ? ഇപ്പം നിങ്ങൾ കണ്ടത് ഇച്ചിക്കൂട്ടം വൃത്തിയാക്കണേ കേട്ടോ. അപ്പോൾ ഒരാഴ്ച മൊത്തം എനിക്ക് പനി പിടിച്ചെടുക്കണം. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമായിട്ട് മുറ്റടിക്കാനൊന്നും ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ സിറ്റൗട്ടിൽ വാല് തുറന്നിപ്പോൾ കരിയില മൊത്തം സിറ്റൗട്ടിൽ വന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിക്കൂട്ടം പറഞ്ഞു അമ്മു ഞാൻ എടുത്ത് കളയാമെന്നും പറഞ്ഞ് അവൻ എന്നെ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ. അതെല്ലാം വാരി പുള്ളി പുറത്തോട്ടേക്ക് കളഞ്ഞു. അപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി ആൾ ചൂലും കൊണ്ടൊക്കെ എന്നും ഞാൻ അടിക്കുമ്പോൾ എൻ്റെ കൂടെ ആൾ നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനും ഒരു ചൂല് ഞാൻ സെപ്പറേറ്റ് വെച്ചേക്കുക. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ചൂല് വാരി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അവനറിയാം. അപ്പോൾ അതുകൊണ്ട് അമ്മു അടിക്കണ്ട, അമ്മുന് വാവുകയെന്നൊക്കെ പറഞ്ഞ് പുള്ളി സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് പുള്ളി ഇപ്പോൾ കാണിച്ചതൊക്കെ നിങ്ങൾ കണ്ടത്. പിന്നെ മേളിൽ മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും മേളിൽ കയറി അടിച്ച് വരാറില്ല. 1-2 ദിവസം മാത്രമാണ് മേളിൽ കയറി അടിച്ച് വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും മേളിലായിട്ട് കയറ്റിയാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ പൊടിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ ആഴ്ച 2 ദിവസമാണ് മേളിൽ കയറി എല്ലാം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവധി ആയതുകൊണ്ട് മേളിലെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ആളുണ്ട്. അപ്പോൾ എന്ത് പണി ചെയ്താലും അവനും എൻ്റെ കൂടെ കൂടണം കേട്ടോ. അവൻ എന്തിപ്പോൾ എൻ്റെ കൂടെ കൂടണം. പക്ഷേ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ ഉണ്ടെങ്കിലും ലാസ്റ്റ് കുരുത്തേക്കാനാണ് ആൾ ഒപ്പിച്ച് വെക്കുക. ഈ ഇച്ചിക്കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അംഗനവാടി പോകുമ്പോൾ ഇടാൻ വേണ്ടി കുറേ ഷർട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ഇടത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അംഗനവാടി പോകുമ്പോൾ ഇടാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ അവനുള്ളത് ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ടീഷർട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിക്കൂടെ പിന്നെ നേരെ നമ്മുടെ മുത്തുമ്മ എടുത്തിട്ട് പോയിട്ടോ. ഡ്രസ്സ് ഒന്ന് ഷേപ്പ് അടിക്കാനും കേളക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിക്കൂട്ടൻ ഇതേ പലഹാരവും ചായ കൊടുത്തു. അപ്പോൾ അവൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ.